ശാലോം ടെലിവിഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതമരുളുന്നു. പതിവനുസരിച്ച് നമ്മൾ ഇന്നും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ വചനം നമ്മളുടെ ഹൃദയങ്ങൾക്ക് പ്രകാശമരുളും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ ഉപകരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് ഞാൻ നമ്മുടെ പരിചിന്തനത്തിനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ അനുദിന ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളുമായിട്ട് ഇടപഴകുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ തന്നെ, ജോലിസ്ഥലത്ത്, ഇടവകയിൽ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുന്നു. അതുപോലെ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ എത്രയോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലോ ജോലി സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ ലീഡർഷിപ്പ് പൊസിഷനിലുള്ളവരാണെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ അവസരത്തിലെല്ലാം നമ്മൾ ഏത് തരത്തിലുള്ളൊരു മനോഭാവം സ്വീകരിക്കണം എന്ന് വചനം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ പരിചിന്തനത്തിന് ഞാൻ വിധേയമാക്കുന്നത്. ഞാൻ പറഞ്ഞു, പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. മകനെ, പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി എൻ്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്നവർ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. ഈ വചനഭാഗത്തിൻ്റെ ആദ്യത്തെ ഏതാനും വാചകങ്ങൾ നമ്മളോട് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു പ്രശ്നത്തെ ഡീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ ചില കുറ്റാരോപണങ്ങൾ എത്തുന്ന ആരെക്കുറിച്ചെങ്കിലും ആയിരിക്കാം. അങ്ങനെ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. നമുക്കൊക്കെ പെട്ടെന്ന് ഒരു തോന്നലുണ്ടാകും. ആരെങ്കിലും ഒന്ന് പറഞ്ഞു ഉടനെ തന്നെ നമ്മൾ കുറ്റം ആരോപിച്ച് ആ വ്യക്തിയുടെ മേൽ നടപടിയെടുക്കുന്നല്ലേ, നടപടിയെടുക്കാനുള്ള സ്ഥാനത്തുള്ള ആളല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ട് പറഞ്ഞു പരത്തുന്ന ഒരു സ്വഭാവം. അതേക്കുറിച്ചാണ് വചനം പറയുന്നത്. അന്വേഷിച്ചറിയാതെ കുറ്റം വിധിക്കരുത്. നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഈ വ്യക്തിയെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ അതാര് പറഞ്ഞുവോ അവരുടെ ഉദ്ദേശശുദ്ധി ആശ്രയിച്ചിരിക്കും. ചിലത് വെറുതെ കേട്ടുകേഴ്വിയായിരിക്കാം, ചിലത് ദുരുദ്ദേശത്തോടെ ഉണ്ടാക്കിയതായിരിക്കാം, ചിലത് പകരം വീട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അന്വേഷിച്ചറിയാതെ കുറ്റം വിധിക്കാതിരിക്കുക. അങ്ങനെ കുറേ അന്വേഷിച്ചാൽ പോലും നമുക്ക് ശരിയായിട്ടുള്ള ഒരു രൂപം കിട്ടണമെന്നില്ല, ചിത്രം കിട്ടണമെന്നില്ല. എങ്കിൽ പോലും അത് സംഭവിക്കണം. ഇപ്രകാരം നമ്മൾ അന്വേഷിച്ചറിയണം,
ഈ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന്. സത്യമാണെങ്കിൽ മാത്രമേ നമ്മൾ അത് പിന്നീട് പ്രൊസീഡ് ചെയ്യാവൂ, അതിൽ മുന്നോട്ട് പോകാവൂ. അതാണ് വചനം നമ്മളോട് പറയുന്നത്. പിന്നെ ആലോചന, പിന്നെ ശാസനം. ശാസനം എന്ന് പറയുന്നത് ഒരു അവസാനത്തെ അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് മുമ്പുള്ള ഒരു മുന്നറിയിപ്പാണത്. അപ്പോൾ ആദ്യം ആലോചിക്കണം. ഈ ആലോചന എന്ന് പറയുന്നത് അത് ഏത് തരത്തിലുള്ള ആലോചനയാണ്? പലതരത്തിലുള്ള ആളുകൾ, അവരോടും ആലോചിക്കാം, ഇത് ആരോപിച്ചവരോടുമായിട്ട് ചോദിക്കാം എന്താ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ അറിയാവുന്നവരുമായിട്ട് ആലോചിക്കാം, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ. ഈ സാഹചര്യങ്ങളെല്ലാം പഠിക്കുക. അങ്ങനെ ആദ്യം ഒരു ആലോചന ഉണ്ടാകണം. ഏതൊരു കാര്യത്തെക്കുറിച്ചും ആലോചിച്ചിട്ട് വേണം നമ്മൾ ശാസിക്കാനാണെങ്കിലും നടപടികളിലേക്ക് കടക്കാനാണെങ്കിലും. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് കടക്കുമ്പോൾ പോലും പ്രശ്നങ്ങളുണ്ടാകാം. ആ കുറ്റം ചെയ്തു നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികൾ അങ്ങനെ ചിന്തിക്കണമെന്നുമില്ല. ചിലപ്പോഴെങ്കിലും അവർ കുറ്റം ചെയ്തിട്ടുണ്ടാകണമെന്നുമില്ല. നമ്മൾക്കും തെറ്റുപറ്റാം. അപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ആലോചിക്കാനുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരാലോചനയുടെ ശേഷമാണ് പിന്നെ ശാസനമൊക്കെ വരിക. ഈ ശാസനത്തെയും നമുക്ക് അത് പല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ശാസനം എന്ന് പറയുന്നത് ഒരു ശിക്ഷാരൂപത്തിലാകാം, അതുമല്ലെങ്കിൽ അവർ നന്നാകാൻ വേണ്ടിയാകാം. പക്ഷേ ഇത് കിട്ടുന്നയാൾക്ക് എപ്പോഴും അതൊരു ശിക്ഷയായിട്ടൊക്കെ തോന്നുകയുള്ളൂ. അത് സത്യമാണ്. ഇനി കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്, ഇടയ്ക്ക് കയറി പറയരുത്. ഇത് നമ്മൾക്കുണ്ടാവേണ്ട ഒരു വലിയ ഗുണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. എന്തുകൊണ്ടാണ് ഈ കേൾക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ മറുപടി പറയുന്നത്? നമുക്ക് മുൻവിധികളുണ്ടാകും. ഒരു വ്യക്തി എന്നെ കാണാൻ വരുന്നു, എന്തെങ്കിലും പറയാൻ വരുന്നതാണ്. ഈ വ്യക്തി പറയുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കും, ഈ വ്യക്തി ഇന്നയാളാണ്, ഈ വ്യക്തി ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ വ്യക്തിയുമായിട്ട് എനിക്കിന്ന ബന്ധമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഈ ആൾ ഇങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. പലപ്പോഴും നമ്മുടെ ഉദ്ദേശശുദ്ധിയായിരിക്കും ഇവിടെ ചോദ്യം ചെയ്യുന്നത്. വന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരം മുൻവിധിയുള്ള ഒരാൾ കേൾക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങളുടെ ഉദ്ദേശശുദ്ധി മുഴുവൻ മനസ്സിലാകണമെന്നില്ല. ഇതൊരു മാനുഷികമായിട്ടുള്ളൊരു ബലഹീനതയാണ്. അപ്പോൾ കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത് എന്ന് പറഞ്ഞാൽ മുഴുവൻ കേൾക്കുക, കേട്ട ശേഷം മാത്രം മറുപടി പറയാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ മറുപടി പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഭാഗം കേട്ട ഉടനെ മറുപടി പറയുമ്പോൾ അതൊരു ഭാഗികമായ മറുപടിയായിട്ട് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു മറുപടി ആകണമെങ്കിൽ നമുക്കത് മുഴുവൻ കേൾക്കാനായിട്ട് കഴിയണം. മുഴുവൻ കേൾക്കാനുള്ള സമയമുണ്ടാകണമെന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയൊരു പരാധീനത എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് സമയക്കുറവാണ്. ഈ സമയക്കുറവുള്ളത് കൊണ്ട് എല്ലാം ഒരുതരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം പോലെയാണ്. പലരെ സംബന്ധിച്ചും എല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടണം. അങ്ങനെ നമുക്കിതിനെ തീർക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കറിയാം കുടുംബത്തിലാണെങ്കിലും ഇന്ന് സമയമില്ല. ഭാര്യയും ഭർത്താവും തമ്മിലിരുന്ന് സംസാരിക്കാനായിട്ട് സമയമില്ല. മക്കളും മാതാപിതാക്കളും തമ്മിലിരുന്ന് സംസാരിക്കാനായിട്ട് സമയമില്ല. ഈ സമയക്കുറവിൻ്റെ പ്രശ്നം കാരണം എല്ലാം ഫാസ്റ്റ് ഫുഡിൽ അവസാനിപ്പിക്കുകയാണ്. അവിടെ പ്രശ്നങ്ങളും ആരംഭിക്കും. കുടുംബത്തിൽ മക്കൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക. അവർ ഓരോ ദിവസവും സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയിട്ട് വരുമ്പോൾ അന്വേഷിക്കുക. അതെല്ലാം അവർ പറയുന്നത് കേൾക്കുക. അപ്പോൾ അവർക്ക് ഈ പറയുവാനുള്ള അവസരം കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും ചില പ്രത്യേക ആശയങ്ങൾ മാറിപ്പോയെന്ന് വരാം, അവരെക്കുറിച്ചുള്ള മുൻവിധികൾ ഇല്ലാതായെന്ന് വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരം ഇതുപോലെ തന്നെയാണ്. മുഴുവൻ പറയാനുള്ള അവസരമുണ്ടാവുക. അതിനുശേഷം നമ്മൾ തീരുമാനിക്കുക, അഡ്ജസ്റ്റ് ചെയ്യേണ്ടിടത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴങ്ങനെ ഈ മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമുക്ക് ശരിയായ ബന്ധം പുലർത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ എന്നാണ് വചനം പറയുന്നത്. കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ മറുപടി പറയരുത്. കേൾക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഒന്നും എപ്പോഴും കേൾക്കാനുള്ള മനസ്സുണ്ടായെന്ന് വരില്ല. നമുക്കറിയാം ഇന്ന് എന്തോ ഒരു കൗൺസിലേഴ്സാണുള്ളത്, കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തികൾ. കാരണം എന്താണ്? മറ്റ് സ്ഥലങ്ങളിൽ ഇത് കേൾക്കാനായിട്ട് നേരമില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ കേൾക്കാൻ നേരമില്ല, ഭർത്താവിന് ഭാര്യയെ കേൾക്കാൻ നേരമില്ല, മക്കൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് മക്കളെയും കേൾക്കാൻ നേരമില്ല. ഇങ്ങനെ നേരമില്ലാതെ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ കൗൺസിലർമാരുടെ അടുത്ത് പോകേണ്ടി വരുന്നത്. നേരെ മറിച്ച് അത് കൃത്യമായ സമയാസമയങ്ങളിൽ ഈ വീട്ടിൽ തന്നെ ഇതൊക്കെ കേൾക്കാൻ സമയമുണ്ടാവുകയാണെങ്കിൽ മറ്റിടത്തേക്ക് പോകേണ്ട ഒരാവശ്യം പലപ്പോഴും ഉണ്ടാവുകയില്ല. ചുരുങ്ങിയ കേസുകളിൽ ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്, എങ്കിൽ പോലും അത് ചുരുങ്ങിയ കേസുകളിലായിട്ട് ഒതുങ്ങി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് ഒരു മനസ്സുണ്ടാകുക,
മറുപടി പറയാതെ കേൾക്കുക. മോള് കേൾക്കുക. കേട്ട് കഴിയുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ മറുപടി പറയാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് കയറി പറയരുത്. അതുപോലെ തന്നെ ഒരാളുടെ സംസാരം അത് ഇടയ്ക്ക് കയറി നമ്മൾ മുറിച്ച് കളയരുത്. വീട്ടിൽ ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലൊരാശയം ഉണ്ടാകും, ഇയാളെ ഈ പോയിന്റിലേക്ക് എത്തിക്കണമെന്ന്. അങ്ങനെ ഒരു ചിന്തയോടുകൂടി സംസാരിച്ചാൽ അത് പാളിപ്പോകും, അതെങ്ങും എത്തുകയില്ല. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഞാൻ പറയുന്നിടത്തേക്ക് അവളെ എത്തിക്കണമെന്നുള്ള ചിന്തയോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ എങ്ങും എത്തുകയില്ല. മക്കളുടെ കാര്യത്തിൽ ഇത് തന്നെ. അതുകൊണ്ട് ഈ ഇടയ്ക്ക് കയറിയിട്ട് പറയരുത്. നേരെ മറിച്ച് പറയാനുള്ള കാര്യം മുഴുവൻ പറഞ്ഞു തീർക്കാനായിട്ട് അവസരം കൊടുക്കുക. അതുമാത്രമല്ല, ഇവിടെയുള്ളത് ഈ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായിട്ട് ഒരാൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കുറേ ഒരു ആശ്വാസം വരും. എന്നാലും എന്നെ കേട്ടല്ലോ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടോ, എനിക്ക് പറയാൻ സാധിച്ചല്ലോ എന്ന് വരുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഒരല്പം മറ്റൊരു ചിന്ത ഉണ്ടാകാം. അതായത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മുഴുവനും കേൾക്കുന്നയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ ചെയ്ത് തന്നാലും മതി എന്നുള്ള ചിന്തയിലേക്ക് വന്നെന്ന് വരാം. പിന്നെ വീണ്ടും പറയുകയാണ്, വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത് എന്ന് പറഞ്ഞ് നമുക്കൊക്കെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവസി ഉണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രൈവസി കുറഞ്ഞു പോകുന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു ലോകങ്ങളുണ്ട്, അവിടെയൊക്കെ തനിച്ചിരിക്കാനുള്ള ആഗ്രഹമൊക്കെ അവർക്കുണ്ടാകും. ഇത് തന്നെ കുടുംബത്തിൽ മറ്റുള്ളവർക്കും ഉണ്ടാകാം. അപ്പോൾ ഈ അനാവശ്യ കാര്യത്തിൽ തലയിടരുതെന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ഈ പ്രൈവസിയെ, സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. കുറച്ച് നമുക്ക് സ്വകാര്യത ആവശ്യമാണ്. ഈ സ്വകാര്യത ഇല്ലാതെ പറ്റുകയില്ല. ഇപ്പോൾ ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ എൻ്റെ വൈദികരുടെ എല്ലാ സ്വകാര്യ കാര്യങ്ങളിലും ഞാൻ തലയിടാൻ പാടില്ല. അവർക്ക് അല്പമൊക്കെ സ്വകാര്യത ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അവർ തലയിടരുത്. കാരണം ആ മക്കൾക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി, സ്വകാര്യത ആവശ്യമുണ്ട്. ഇതൊരു പക്ഷേ മുൻകാലങ്ങളിൽ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളിൽ അത്രയൊന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ വീടുകളുടെ അതിൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയായിരുന്നു. 2-3 മുറികൾ, അവിടെ പൊതുവായിട്ട് കട്ടിലുകൾ കിടക്കുന്നു, എല്ലാവരും അതിലോരോന്നിൽ കയറി കിടക്കുന്നു, അങ്ങനെയുള്ളൊരു സ്ഥിതി. ഇന്ന് അങ്ങനെയല്ല. കുറച്ചുകൂടി സ്വകാര്യതയോട് കൂടിയിട്ട് സ്വന്തം മുറികളും സ്വന്തം ഉപകരണങ്ങളും സ്വന്തം സോപ്പ്, സ്വന്തം തോർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതെല്ലാം മാറി വരുന്ന സാഹചര്യത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും വേണ്ടാത്ത കാര്യത്തിൽ. വേണ്ടാത്ത കാര്യമാണെങ്കിൽ അതിനകത്തൊരുപാട് നമ്മൾ തലയിടേണ്ട കാര്യമില്ല. മക്കൾക്ക് തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കൊടുക്കണം. അത് കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. എങ്കിലും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും, അതിനകത്തൊരുപാട് നമ്മൾ തലയിടാതിരിക്കുക. പാപികളുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ കൂടെ നടക്കുന്നവരെക്കുറിച്ചായി പറയുന്നത്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് നമ്മുടെ കൂടെ കുറേ പേരുണ്ടാകും. നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം പ്രതീക്ഷിച്ച് നടക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ള മനുഷ്യർ അവർ തീർച്ചയായിട്ടും പാപികൾ എന്ന ഗണത്തിൽപ്പെടും. എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം നമ്മളെ നന്നാക്കുക അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കുക എന്നുള്ളതല്ല, നമ്മളെ സഹായിക്കുക എന്നുള്ളതല്ല. പ്രത്യുത അവർക്ക് അവരുടേതായ ചില ലാഭങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ വിധി പ്രസ്താവത്തിൽ നമ്മൾ പങ്കാളിയാകരുത്. അവരെ നമ്മൾ തിരിച്ചറിയണം. എന്തിനാണ് ആ വ്യക്തികൾ എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്? ആ വ്യക്തികൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ വ്യക്തികൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിൽ നിന്ന് അന്വേഷിച്ചറിയുന്നത്? ഇങ്ങനെയുള്ള ആ ഒരു കുറേ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിച്ചു കഴിയുമ്പോൾ ഇവരെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അവരോട് ഇടപഴകുമ്പോൾ സൂക്ഷിച്ച് ഇടപെടുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും തുറന്ന് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല. കുറേ കാര്യങ്ങൾ പറയാം, കുറേ കാര്യങ്ങൾ പറയേണ്ടതില്ല. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ സമൂഹത്തിൽ ശരിയാവണ്ണം ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്, ആരാണ് നമുക്ക് എതിര് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മളെ പിന്തുണയ്ക്കുന്നവർ എന്നൊക്കെ നമ്മൾ കരുതുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് എന്നും അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഗതി അങ്ങനെയാണ്. വീണ്ടും വചനം പറയുന്നു, മകനെ പല കാര്യങ്ങൾ ഒന്നിച്ച് നീ ഇടപെടരുത് എന്ന് പറഞ്ഞ് ചിലരുണ്ട്. എല്ലാ ജോലിയും ഒന്നിച്ചേറ്റെടുക്കും. അല്ലെ ഒരു പ്രശ്നം പലരുടെ പ്രശ്നങ്ങൾ എല്ലാം ഒന്നിച്ചേറ്റെടുക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ഒന്നിച്ചിടപെട്ടാൽ
ഒരു പക്ഷേ നമുക്ക് ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇടപെടുക, ബാക്കി വിട്ടുകൊടുക്കുക. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ ലാഭം പ്രതീക്ഷിച്ച് നമ്മൾ എല്ലാറ്റിലും ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് വചനം നമ്മളോട് പറയുന്നത്. പല കാര്യങ്ങളിൽ ഒന്നിച്ചിടപെടരുത് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ചെയ്യാൻ പറ്റുന്നത് അത് ആ സമയത്ത് പൂർത്തിയാക്കുക, പിന്നീട് അത് മറ്റത് ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കുക. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ഫലവത്താക്കാൻ കഴിയുകയുള്ളൂ എന്ന് വചനം പറയുന്നു. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ ഒരുപാട് കാര്യം ഒന്നിച്ച് ചെയ്യുമ്പോൾ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. ഇതെനിക്ക് പലപ്പോഴും പറ്റാറുള്ളതാണ്. ഞാൻ എൻ്റെ ഓഫീസിൽ എന്തോരം മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യമാണ് എനിക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്, എത്ര പേരുടെ കാര്യമാണ് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. എൻ്റെ അനുഭവം തന്നെ അതാണ്. പലപ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള അതൊരുതരം ഈ ധാർമ്മികമായ തെറ്റിനെക്കുറിച്ചല്ല, അതിലുപരിയായിട്ട് ക്ലറിക്കൽ തെറ്റുകൾ പലപ്പോഴും ചിലത് ചെയ്യാൻ പറഞ്ഞ് ചെയ്തില്ല, ചില കാര്യങ്ങൾ ആളുകൾക്ക് മാറി അഡ്രസ്സ് എഴുതി അയച്ചു, അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഒന്നിച്ചിടപെടുന്നത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ഉദ്യോഗത്തിൻ്റെ ആശ്രയിച്ചിരിക്കും, ജോലിയുടെ ആശ്രയം, നമ്മുടെ സ്ഥാനത്തിൻ്റെ ആശ്രയിച്ച് ഇതെല്ലാം മാറി മാറി വരും. എങ്കിൽ പോലും ഇവിടെ വചനം പറയുന്നത് എന്താണ്? നമ്മൾ പരമാവധി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ക്രമത്തോടുകൂടി ചെയ്യുക. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. നമ്മൾ പല കാര്യങ്ങളിൽ ഒരുമിച്ച് ഓടിയാൽ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുക. ചിലരുണ്ട് ആരംഭശൂരത്വം എന്നതിനെ വിളിക്കും. എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കും, പക്ഷേ അവർ മുമ്പോട്ട് പോവുകയില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും, എന്നിട്ട് ഇട്ടിട്ട് പോകും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാതിരിയാണ്. അവർ ഒരു കളിപ്പാട്ടം കിട്ടി, കുറേ നേരം അതുകൊണ്ട് കളിച്ചു മടുത്തു, പിന്നെ അതിട്ടു, അടുത്തിലേക്ക് പോയി. പിന്നെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥാവിശേഷം അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് തന്നെ മാറാൻ. ചിലർക്ക് ഒരു കാര്യം പൂർത്തിയാക്കാൻ കഴിയില്ല. ചിലരുണ്ട്, ചില കോൺട്രാക്ടേഴ്സ്, അവർ 10 സ്ഥലത്ത് പോയി കോൺട്രാക്റ്റ് പിടിക്കുന്നു, ഒരു സ്ഥലവും പൂർത്തിയാക്കുകയില്ല. അവർ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് പോകും, പകുതി പൂർത്തിയാക്കിയിട്ടിട്ട് പോകുന്ന അവസ്ഥാവിശേഷം. അതിനെക്കുറിച്ചാണ് വചനം പറയുന്നത്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. അത് വളരെ സത്യമായിട്ടുള്ള ഒരു സാധാരണ തത്വം മാത്രമാണ്. പലതിൻ്റെ പുറകെ ഓടാതിരിക്കുക. നമ്മുടെ സമയമൊക്കെ എങ്ങനെ ഫലവത്തായിട്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് ജീവിതത്തിലൊരു പ്ലാൻ വേണമെന്നർത്ഥം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മനുഷ്യർ എന്നും ഇങ്ങനെ ദരിദ്രരായി കഴിയുന്നത്? ആ ദരിദ്രരായി കഴിയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്: നമുക്ക് ഒരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ 10 കാര്യങ്ങൾക്ക് നമുക്ക് 10 ദിവസമുണ്ട്. അപ്പോൾ എന്ന് ചെയ്യണം, ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും നമുക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. നമ്മളൊരു പള്ളി പണിയാൻ തീരുമാനിക്കുന്നു, അല്ലെ വേറെ എന്തെങ്കിലും ഒരു സ്കൂൾ വെക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? നമുക്കറിയാം, ഈ പള്ളി ഒരു അത്യാവശ്യമാണോ? ഈ പള്ളി ഒരു ആവശ്യമാണോ? ഈ പള്ളി കൊണ്ട് ഉപകാരപ്രദമാണോ? അല്ലെങ്കിൽ ഈ പള്ളി ഒരു ആഡംബരമാണോ? അതുമല്ലെങ്കിൽ ഇതൊരു അനാവശ്യമാണോ? ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയിൽപ്പെടുത്താൻ പറ്റും, വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റും നമ്മുടെ ഒരു പ്രവൃത്തിയെ. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, ഈ പള്ളി ഇത് അത്യാവശ്യമാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം, ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം, ഇത് അത്യാവശ്യമാണോ എന്ന്. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് അത്യാവശ്യമല്ല, ഇപ്പോൾ ഉള്ള പള്ളി മതി. നേരെ മറിച്ച് ഇതൊരാവശ്യമാണ്, പക്ഷേ ആവശ്യമാണെങ്കിൽ നമുക്ക് സാവകാശമുണ്ട്. അതുമല്ലെങ്കിൽ ഇത് ആവശ്യമല്ല, ഉപകാരപ്രദമാണ്, പണിതാൽ ഉപകാരപ്രദം. അതായത് ഇന്ന് വേറെ പള്ളിയുണ്ട്, പണിതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്ര പോലും അത്യാവശ്യമില്ല, അല്ലെങ്കിൽ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ചിലതുണ്ട് അനാവശ്യമായിട്ട് മാറാം, അല്ലെങ്കിൽ ആഡംബരം, അത് രണ്ടും നമുക്ക് ആവശ്യമില്ല. ആഡംബരവും അനാവശ്യവും നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതേക്കുറിച്ചാണ് ഈ പറയുന്നത്. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാവുകയില്ല. അതുകൊണ്ട് ഏതാണ് പ്രധാനപ്പെട്ടത്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത്, ഏതാണ് അത്യാവശ്യം, ഏതാണ് ആവശ്യം എന്നൊക്കെ നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുക. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇങ്ങനെയൊരു സ്വഭാവം വളരെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പണം ചെലവഴിക്കുന്നുണ്ട്, ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്, പക്ഷേ അതിനാനുപാതികമായിട്ടുള്ള ഒരു ഗുണം നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ആനുപാതികമായ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു സയൻറ്റിഫിക്, ഇതിനാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഫലസിദ്ധി ഉണ്ടാകും. വീണ്ടും പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. പലതിൻ്റെ പുറകെ ഓടിയാൽ ഒന്നും നേരെയാവില്ല.
പിന്നെ രക്ഷപ്പെടാൻ നോക്കിയാൽ അതോട്ട് സാധിക്കുകയില്ല. കാരണം അപ്പോഴത്തേക്ക് നമ്മൾ അതുപോലെയുള്ള കുടുക്കുകളിൽ വീണ് കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സമയാസമയങ്ങളിൽ വേണ്ടതുപോലെ ഇടപെട്ട് ആ പ്രവർത്തനങ്ങൾ തീർത്തിരിക്കണം. ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്ത് തീർക്കുക, എല്ലാം കൂടി ഒന്നിച്ചേറ്റെടുത്ത് നമ്മൾ ആ ബുദ്ധിമുട്ടിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിവാകാത്തവരുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ഒരുപക്ഷെ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നേടാൻ കഴിയുന്നില്ല. ദാരിദ്ര്യം എന്നും ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കണം. ആ കാരണം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. എന്നിട്ട് ആ കാരണങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി, ഒരു വിൽ പവർ വേണം, ഒരു മനസ്സ് വേണം. അങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ വിജയിക്കുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ, കൃഷിക്കാരുടെ ഇടയിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ ഇങ്ങനെ വൈകുന്നേരം വരെ അധ്വാനിക്കുകയാണ്. അധ്വാനിച്ചിട്ട് ഒന്നും മിച്ചമില്ല, നല്ല തികയുന്ന പോലുമില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്താ അതിൻ്റെ കാരണം? നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ, ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനാകെപ്പാടെ വന്ന് ചിലവ് കണക്ക് കൂട്ടുക. എന്നിട്ടത് വിൽക്കുമ്പോൾ ആനുപാതികമായിട്ട് തുക നമുക്ക് ലാഭം കിട്ടിയോ? ഇല്ല, പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കണക്ക് കൂട്ടാൻ കഴിയുക. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. വേറെ ചിലർ മന്ദഗതിക്കാർ, ബലഹീനർ, സഹായാർത്ഥികൾ, അതീവ ദരിദ്രർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തോരം അധ്വാനിച്ചാലും ഈ അവസ്ഥയിലെല്ലാം കഴിയുന്ന ധാരാളം പേരുണ്ട് എന്നർത്ഥം. ഇതിനൊക്കെ നമുക്ക് എന്താണ് പ്രതിവിധിയുള്ളത്? പ്രതിവിധി ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്യാനായിട്ട് തയ്യാറാവുക. അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്നത് എന്താണ്? എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് പോലും നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവ് അവരെ കടാക്ഷിച്ചാൽ മാത്രമേ അവർക്ക് ഈ ദയനീയാവസ്ഥയിൽ നിന്ന് ഉയരാനായിട്ട് കഴിയുകയുള്ളൂ. അവിടെ കർത്താവ് കടാക്ഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കർത്താവിൻ്റെ ഭക്തരായിത്തീരുക. നമ്മൾ മുന്നൊരിക്കൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ട് തിന്മയെ വെറുക്കലാണ് ദൈവഭക്തിയെന്ന്. അപ്പോഴങ്ങനെ ആ തിന്മയെ വെറുക്കുന്ന മനുഷ്യരായി തീരുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവഭക്തരാകാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ കടാക്ഷം നമ്മളിലേക്ക് വരികയുള്ളൂ. അങ്ങനെ ദൈവകടാക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിൽ ഞങ്ങൾ പരസ്പരം പെരുമാറുമ്പോൾ എങ്ങനെ ഇടപഴകണം, എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾ പറഞ്ഞു തരുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലുള്ള ഞങ്ങളുടെ ജീവിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന്, ഞങ്ങളുടെ ജീവിതത്തിനൊരു പദ്ധതി ഉണ്ടാകണമെന്ന്, വേണ്ട രീതിയിൽ ആ പദ്ധതിയെ പിൻചെല്ലണമെന്ന് അങ്ങ് ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. കർത്താവേ, ദാരിദ്ര്യത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നെല്ലാം കരകയറുവാനായിട്ട് അങ്ങയുടെ അനുഗ്രഹം കൂടിയേ മതിയാകുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരസ്പര സ്നേഹത്തിലെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, ഞങ്ങളുടെ തന്നെ ജീവിതത്തിലൊരു ക്രമം കണ്ടെത്തുവാൻ, അതുപോലെ തന്നെ അങ്ങയുടെ ആ കൃപയിൽ ജീവിക്കുവാൻ, പ്രകാശം ലഭിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഇന്ന് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.